ഭൂമി ഒരു തണുത്തുറഞ്ഞ ഗ്രഹമായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെയൊരു പ്രതിഭാസം സംഭവിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രകൃതിയിൽ സൃഷ്ടിക്കും. പ്രധാനമായി കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് കാരണമാകും. ഈ തണുത്ത അന്തരീക്ഷം കാരണം ലോകത്തിൻ്റെ താപനില അതിസവിശേഷമായ രീതിയിൽ കുറയും. മഞ്ഞുശീതങ്ങൾ, ഗ്ലേഷ്യറുകൾ എന്നിവ വളരെയധികം പടർന്നു വന്ന് ഭൂഖണ്ഡങ്ങളുടെ ഒരു വലിയ ഭാഗം മൂടപ്പെടും. കാലാവസ്ഥാ നിലകൾ കൂടുതൽ അപ്രതീക്ഷിതവും കടുത്തതുമായി മാറാൻ ഇത് കാരണമായിത്തീരും. ഭൂമിയിലുള്ള എല്ലാ ജീവിവർഗങ്ങളും തണുപ്പിനെ പ്രതിരോധിച്ച് ജീവിക്കാൻ സാധിക്കുന്നവയല്ല. അതുകൊണ്ട് തന്നെ നിരവധി ജീവിവർഗങ്ങൾ തണുപ്പ് കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുകയോ വംശനാശം സംഭവിക്കുകയോ ചെയ്യും. അതോടൊപ്പം സമുദ്ര താപനിലയും മഞ്ഞുമൂടലും മാറ്റപ്പെടുന്നതിനാൽ സമുദ്രജീവികൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമായിത്തീരും. പരിസ്ഥിതികളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ തണുപ്പിന് സാധിക്കും. ധ്രുവങ്ങളിലും പർവ്വതങ്ങളിലും കനത്ത തണുപ്പിന് അനുയോജ്യമായ ജീവിവർഗങ്ങൾ അവരുടെ പരിധി വ്യാപിപ്പിക്കും. മനുഷ്യ സമൂഹങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ തണുത്തുറഞ്ഞ അന്തരീക്ഷം കാരണമായിത്തീരും. ഈ കാലാവസ്ഥയിൽ കൃഷി അനുയോജ്യമല്ലാതാവുകയും അത് ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ നിരവധി പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാതായിത്തീരുകയും ചെയ്യും. അതോടൊപ്പം കനത്ത തണുപ്പ് കാരണം ഗതാഗതം, വീടുകൾ, ഊർജ്ജ വിതരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകരും. ഇങ്ങനെ ഭൂമി തണുത്തുറയുകയാണെങ്കിൽ പ്രധാനമായും സംഭവിക്കാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങളുണ്ട്. ആദ്യമായി, ജലങ്ങൾ മഞ്ഞുപാളികളിൽ പെട്ടുപോകുന്നതിനാൽ കടൽ നിരപ്പ് വളരെ വലിയ അളവിൽ കുറയും. പിന്നീട് ജലത്തിൻ്റെ പുനർവിതരണം പ്രാദേശിക കടൽ നിരപ്പിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. തണുപ്പിൻ്റെ പ്രബലതയാൽ ഊർജ്ജ ആവശ്യകത വർദ്ധിക്കാൻ ആരംഭിക്കും. ശുദ്ധജലം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കണ്ടെത്താൻ വളരെ പ്രയാസമായി തീരുകയും ചെയ്യും. ഭൂമിയിൽ മുമ്പും ഐസേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് മുഴുവൻ ഭൂമിയും ഐസ് കൊണ്ട് മൂടപ്പെടുന്ന ഒരു സ്ഥിതി അത്യന്തം പ്രയാസകരമായിരിക്കും.